അവളുടെ അലർച്ച കേട്ടതും അവൻ മുന്നോട്ട് ചാടി അവളുടെ വായ പൊത്തി. ആരാ? വിറയലോടെ ജെറി. അവൾ കുതറി. അയ്യോ! അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അവളിൽ പാഞ്ഞു. നനവാർന്ന ശരീരം, പിടച്ച ഉണ്ട കണ്ണുകൾ, വിറയ്ക്കുന്ന ചുണ്ടുകൾ, വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്ന മുടിയിഴ. അത് ചന്നം ഭിന്നം മുഖത്തേക്കും കഴുത്തിലേക്കും കിടക്കുന്നു. കഴുത്തിൽ നിന്നും താഴെ കുരുണ്ടിറങ്ങുന്ന വെള്ളത്തുള്ളി. ജെറിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. താനാരാ? അവൾ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് തിരിച്ചു ചോദിച്ചു. ഞാൻ ജെറി, അവൻ പതർച്ചയോടെ പറഞ്ഞു. ഇത് എൻ്റെ റൂമാ. അവളുടെ മുഖം വിളറി. ഞാൻ സോഫി. ഹേ, ജാനിൻ്റെ ഫ്രണ്ടാണോ? അവൻ്റെ മുഖം വിടർന്നു. അവൾ തലകുലുക്കി. എന്നാ പിന്നെ അതാദ്യം പറയണ്ടേ? താൻ നാളെ എത്തുള്ളൂ എന്നാണല്ലോ ജാൻ പറഞ്ഞത്. അത് ഞാൻ വെറുതെ അവളെ പറ്റിക്കാൻ. ഇഷാൻ പറഞ്ഞു ലെഫ്റ്റിലെ റൂമിലേക്ക് പോകാൻ. അത് ജാൻവിയുടെ റൂമാണെന്ന്. അതാ ഞാൻ. അയ്യോ, അതപ്പുറത്തെ റൂമാ. ഇത് എൻ്റേതും. എന്തായാലും ആദ്യ കാഴ്ച പൊളിച്ചു. ഞാൻ ജെറി. അവൻ കൈനീട്ടി. അവൾ പകപ്പോടെ അവനെ നോക്കി. അപ്പോഴാണ് അവൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അവന് ബോധ്യം വന്നത്. അയ്യോ, സോറി. അവൻ വേഗം തിരിഞ്ഞു. അവൾ പകപ്പോടെ അവനെ നോക്കി നിന്നു. സോഫി, ഡ്രസ്സ് മാറി വാ, ഞാൻ പുറത്തു പോവാ. ഡോർ ലോക്കിട്ടോ? അവൻ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവൾ പെട്ടെന്ന് ഡോർ ലോക്കിട്ട് അതിൽ ചാരി നിന്നു. എന്റെ കർത്താവേ, നാണക്കേട്. ഇനി ആ ചെക്കൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അതേസമയം പുറത്തെത്തിയ ജെറി. അയ്യേ, ഷെയിം. ആ കുട്ടി എന്നെ പറ്റി എന്താകും കരുതിയത്? എന്നാലും എൻ്റെ ഈശോയെ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. കളഞ്ഞില്ലേ എൻ്റെ ഇമേജ് മുഴുവൻ. ഇനി ഞാൻ ആ കുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവൻ നെറ്റിയിലടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി. ഡാ, എന്താടാ? ആരടാ നിലവിളിച്ചത്? ഓടി വന്ന ഇഷാനെ നോക്കി അവൻ കണ്ണു കൂർപ്പിച്ചു. എടാ തെണ്ടി, നിനക്കറിയില്ല അല്ലേടാ? എനിക്കെങ്ങനെ അറിയാം? ഇവിടെ നല്ലേ നിലവിളി കേട്ടത്. എടാ കോപ്പേ, ആ കൊച്ചിന് നേരെ ചൊവ്വ റൂം പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു നിനക്ക്. അപ്പോ സോഫി നിന്റെ റൂമിലേക്കാണോ വന്നത്? പിന്നല്ലേ, ആ കൊച്ച് റൂം മാറി എൻ്റെ റൂമിൽ വന്നു. ഞാനാണെ ഇതൊന്നും അറിയാതെ ചെന്നങ്ങ് കയറി. അത് വാതിൽ ലോക്കും ചെയ്തിരുന്നില്ല. എന്നിട്ടെന്താ? ഞാൻ ചെല്ലുമ്പോ അവൾക്കു ഒന്നുമില്ല. ഞാൻ ചെല്ലുമ്പോ അതെന്നെ കണ്ട് പേടിച്ചു, അത്ര തന്നെ. നിന്നെ കണ്ട് പേടിക്കാൻ നീ എന്താ ഡ്രാക്കുളയോ? അവളെന്താ ഇതിനു മുൻപ് മനുഷ്യനെ കണ്ടില്ലേ? എടാ, അതിപ്പോ പെട്ടെന്ന് റൂമിലൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ അത് ഭയന്നുപോയി, അത്രേ ഉള്ളൂ. അവളുടെ നിലവിളി കേട്ട അവളെ ആരാണ്ട് ഉപദ്രവിച്ച പോലാണല്ലോ. ഇങ്ങോട്ട് വരട്ടെ, കൂട്ടുക്കുന്നുണ്ട് ഞാൻ. എടാ പോട്ടടാ, പാവം, നന്നായി പേടിച്ചിട്ടുണ്ട്. ഞാനും ഒരന്താളിച്ച അവസ്ഥയായിരുന്നു. എന്തിന്? അത് ഞാൻ ആദ്യമായല്ലേ. എന്ത്, പെൺപിള്ളേരെ കാണുന്നതോ? അതല്ലടാ. ഏതല്ല? ഓടെ തിണ്ടി, അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. എന്ത് മനസ്സിലാകില്ല? എന്താടാ ജെറി, നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്നുമില്ല എൻ്റെ പൊന്നി ശ്യാമു, നീ ആളെ വിട്. അതിന് ഞാൻ നിന്നെ പിടിച്ചു വച്ചേക്കുന്നോടാ തിണ്ടി. ഓ, ഇവനെ കൊണ്ട് ഞാൻ പോവാ.
ജെറി മുന്നോട്ട് നടന്നു കഴിഞ്ഞു. ഇവനിതെന്താ പൊട്ടനാട്ടം കണ്ടതുപോലെ? ആർക്കറിയാം. റൂമിൽ നിന്നും ബാഗുമായി ഇറങ്ങി വരുന്ന സോഫി ഇഷാനെ കണ്ടതും വിളറിയ ഒരു ചിരി പാസാക്കി. എന്താടി നിന്റെ മോന്ത വളിച്ചിരിക്കുന്നേ? എന്തായിരുന്നു ഒരു നിലവിളിയും ഒച്ചപ്പാടും? അത് ഞാൻ പെട്ടെന്ന്. നീ എന്താ ഇതിനു മുന്നേ ചെക്കന്മാരെ കണ്ടിട്ടില്ലേ? അത് ഞാൻ. മതി വേറൊരുത്തൻ മരോട്ടിക്ക തിന്ന കാക്കയെ പോലെ പോകുന്ന കണ്ടു. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ജാൻവിയുടെ റൂം ദോ അതാ, ചെല്ല്, അവളകത്തുണ്ട്. തലയാട്ടിക്കൊണ്ട് സോഫി നടന്നതും ഇഷാൻ അമ്പരപ്പോടെ നോക്കിയെന്നു. ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയത്? ആർക്കറിയാം. ഡാ. റൂം തുറന്നു വരുന്ന സോഫിയെ കണ്ടതും ചാടിപ്പിടഞ്ഞോടി ചെന്ന് കെട്ടിപ്പിടിച്ചു ജാൻവി. എടാ, ഇത് സർപ്രൈസ് ആയി പോയല്ലോ പെണ്ണേ. നീ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു പറ്റിപ്പോയി. നിനക്ക് സർപ്രൈസ് തരാൻ പോയ എന്റെ സർപ്രൈസാ കളഞ്ഞു കുളിച്ചത്. എന്താടി സോഫി നീ പറയുന്നേ? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ. എന്താടാ നിനക്കൊരു ടെൻഷൻ പോലെ? നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ലടാ, ചെറിയൊരു ക്ഷീണം. ഇത്രയും ദൂരം യാത്ര ചെയ്തേന്റെയാ. നീ വാ, ചോദിക്കട്ടെ. ജാൻവി അവളുമായി ബെഡിലേക്കിരുന്നു. വല്യപ്പച്ചന്റെ റൂമിലെത്തിയ ജെറി വിലങ്ങനെ നടക്കുകയാണ്. എന്താടാ കൂട്ടിലടച്ച വിരികിനെ പോലെ? വല്യപ്പച്ച, ആ കൊച്ചു വന്നിട്ടുണ്ട്. ഏതു കൊച്ച്? ജാനിന്റെ ഫ്രണ്ട്. അതിനെന്താ? അത് ഞാൻ അതിനെ കണ്ടു. അത് നല്ല കാര്യമല്ലേ? അതിന് നീ എന്തിനാ വെപ്രാളം പിടിക്കുന്നേ? അതിപ്പോ ആ കൊച്ചിനെ കണ്ടപ്പോ ഹൃദയമൊക്കെ പടപടാന്നിടിച്ചു. അതൊക്കെ ഈ പ്രായത്തിലുള്ള ആമ്പിള്ളേർക്ക് പെൺപിള്ളേരെ കാണുമ്പോൾ തോന്നതാ. എന്റെ ജെറിമോന്റെ ഹൃദയം ഇപ്പോഴും അടിക്കുന്നുണ്ടോ? അതോ ആ കൊച്ചിന്റെ പിന്നാലെ അങ്ങ് പോയോ? ഒന്ന് പോ വല്യപ്പച്ച, ഞാനേ ഒന്ന് കുളിക്കട്ടെ. ചെല്ല്, തലയുടെ ചൂട് മാറാൻ കുളി നല്ലതാ വല്യപ്പച്ച. ജെറി കിണുങ്ങലോടെ ബാത്റൂമിൽ കയറി. അവന്റെ തലയിൽ വെള്ളം വീണതും നനവാർന്ന മുഖത്തോടെ പിടച്ച മിഴിയോടെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ടുണ്ട കണ്ണുകൾ തെളിഞ്ഞു വന്നു. അവന്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി. സോഫി കൊള്ള, ഒരു പാവം കള്ളിപ്പൂച്ച, അവൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. കുളി കഴിഞ്ഞിറങ്ങിയ ജെറി ഷോർട്സും സ്ലീവ്ലെസ് ടീഷർട്ടുമിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്നു. സ്വയം ഒന്ന് നോക്കി. തരക്കേടില്ല അല്ലേടാ ജെറി? മീശയൊന്ന് പിരിച്ച് ഒരു കള്ളച്ചിരി. എന്താടാ ജെറി, വീണു പോയോ നീ? പിടച്ച മിഴിയോടെയുള്ള ആ നോട്ടം, അതിൽ നീ വീണു പോയോ? അതോ നനഞ്ഞ പൂച്ചക്കുഞ്ഞിനെ പോലെ വിറച്ചുള്ള ആ നിൽപ്പോ? നോക്കാം. വന്നതല്ലേ ഉള്ളൂ. ക്യാരക്ടർ എന്താണെന്നോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ഇനി കമ്മിറ്റഡ് ആണോന്നോ പോലും ഒന്നും അറിയില്ലല്ലോ. ജെറി, നീ കുറച്ചേറ് പിടിച്ചോ, അതാ നല്ലത്. ഡാ കോപ്പേ, കുറെ നേരം ആയല്ലോ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഷോ കാണിക്കുന്നു. എന്താടാ പതിവില്ലാത്തൊരു ഇളക്കം? ഇഷാൻ പുരികമുയർത്തി. എന്തിളക്കം? ഞാൻ കുളിച്ചു വന്നേ ഉള്ളൂ. കണ്ണാടിയിൽ നിന്ന് നോക്കിപ്പോയി. അതിനാണോ നീ ഇങ്ങനെ കളിയാക്കുന്നേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, നീ വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ദാ വരുന്നു. അവൻ സ്പ്രേ ബോട്ടിലെടുത്ത് ഒന്ന് വീശിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. ഇഷാനൊപ്പം പോകുമ്പോൾ ജെറിയുടെ കണ്ണുകൾ ഹാളിലാകെ ഒന്ന് പരതി. എന്താടാ നീ ആരെയാ നോക്കുന്നേ? വല്യപ്പച്ചനെയാണോ?
ആ, ജെറി വെറുതെ മൂളി. പേടിക്കണ്ട, വല്യപ്പച്ചൻ ജാനുവിൻ്റെ റൂമിലാ. സോഫിയെ പരിചയപ്പെടാൻ പോയേക്കുവാ. ഇനി അവളുടെ ജാതകവും ഭൂമിശാസ്ത്രവും പഠിച്ചിട്ടേ വല്യപ്പച്ചൻ വരുള്ളൂ. നീ ധൈര്യമായി വാടാ. ജെറി വെറുതെ ഒന്ന് മൂളി. മോനെ. റാഹേലിൻ്റെ വിളി കേട്ടതും ഇഷാൻ സന്തോഷത്തോടെ തിരിഞ്ഞു. അത് കണ്ടതും അവനെ തീർത്തും അവഗണിച്ചുകൊണ്ട് അവർ ജെറിയെ നോക്കി. ജെറി, എവിടേക്കാ? ഞങ്ങൾ വെറുതെ. എന്താ കൊച്ചാമി? വൈകുന്നേരം കപ്പ ബിരിയാണി ഉണ്ടാക്കിയ എൻ്റെ മോൻ കഴിക്കുമോ? അതെന്ത് ചോദ്യ കൊച്ചാമി? കൊച്ചാമി എന്തുണ്ടാക്കിയാലാ ഞാൻ കഴിക്കാത്തത്? അതെ, ഇന്നാ കൊച്ചു വന്നതല്ലേ. ജാനുമോള് പറഞ്ഞു അതിന് കപ്പ ബിരിയാണി വലിയ ഇഷ്ടമാണെന്ന്. എന്നാ പിന്നെ ഇന്നതാവട്ടെ എന്ന് വെച്ചു. ആണോ? എനിക്കും അത് വലിയ ഇഷ്ടമാണ് കൊച്ചാമി. അവൻ്റെ മുഖം വിടർന്നു. അവർ ചിരിയോടെ തിരിഞ്ഞു. കോപ്പ്, ഒരു കപ്പ ബിരിയാണി! എനിക്ക് ആ സാധനം കണ്ടുകൂടാന്ന് മമ്മിക്ക് നന്നായി അറിയാം. ഓരോ രീതി എന്നോട് പ്രതിഷേധം കാണിക്കുക. ആ, അതുപോലെയുള്ള പോക്കൃത്തരമല്ലേടാ നീ ഇവിടെ ഉള്ളവരോട് കാണിച്ചത്. അപ്പൊ പിന്നെ ഒക്കെ അങ്ങ് സഹിക്ക. അതേ ഉള്ളൂ പ്രതിവിധി. എടാ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോടാ? വേദനയോടെയുള്ള ഇഷാന്റെ ചോദ്യം. ഉണ്ടോന്ന് ചോദിച്ചാ കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു, നീ ജാനോട് ചെയ്ത ചെറ്റത്തരം അറിഞ്ഞപ്പോ. പക്ഷെ ശ്യാമു, നിന്റെ മനസ്സ് എനിക്കറിയില്ലേടാ. ഇപ്പൊ ദേഷ്യമൊന്നുമില്ല. നീ എന്റെ സ്വത്തല്ലേടാ. അങ്ങനെ ദേഷ്യപ്പെടാനോ വെറുക്കാനോ എനിക്ക് പറ്റോടാ തെണ്ടി. ഇഷാൻ പെട്ടെന്ന് ജെറിയെ കെട്ടിപ്പിടിച്ചു. നീയും കൂടി ഇല്ലായിരുന്നേ ഞാൻ ഒറ്റപ്പെട്ടു പോയനടാ. അവന്റെ കണ്ണ് നിറഞ്ഞു. ജെറിയുടെയും. എടാ, അവളോട് ഞാൻ ചെയ്തതിനൊക്കെ പ്രണയം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാനാ എൻ്റെ തീരുമാനം. ആ, അത് നല്ല ഐഡിയ. പക്ഷെ ജെറി, കൊച്ചാമി, അങ്കിൾ, അവരോട് നീ എന്ത് പ്രായശ്ചിത്തമാണ്ടാ ചെയ്യാൻ പോന്നേ? അത് എനിക്കറിയില്ല ജെറി. അവിടെ മാത്രമാണ് ഞാൻ തോറ്റുപോകുന്നത്. സാരമില്ലടാ, എല്ലാം ശരിയാകും. ജാനിന്റെ ജീവിതം തന്നെ കണ്ടില്ലേ, എന്തൊക്കെ അനുഭവിച്ചു ആ പാവം. ഇവിടെയും അതിന് സമാധാനം കൊടുത്തോ ആ ചെറ്റ? ആരുടെ കാര്യമാ ജെറി നീ പറയുന്നേ? അവൻ രുദ്രൻ, ജാനിന്റെ അമ്മാവന്റെ മകൻ. ഇഷാന്റെ മുഖം കുറുകി. ജെറി, കാര്യം തുറന്നു പറ. അവന്റെ ശബ്ദം കനത്തു. എടാ. ജെറി ഒന്നൊന്നായി കാര്യങ്ങൾ പറഞ്ഞു. ഇഷാന്റെ മുഖം വലിഞ്ഞു മുറുകി. ചെന്നിയിലെ ഞരമ്പ് പിടഞ്ഞുണർന്നു. കണ്ണുകൾ ചുവന്ന് തിണർത്തു. ശ്യാമു. തെല്ലൊരു ഭയത്തോടെ ജെറി അവന്റെ തോളിൽ കൈവച്ചു. ജെറി, ആ കഴിവേറിയെ എനിക്ക് വേണം, ഇന്ന് തന്നെ. ശ്യാമു, ഭയത്തോടെ അവൻ വിളിച്ചു. പേടിയുണ്ടെങ്കിൽ നീ വരണ്ട. എൻ്റെ പെണ്ണിൻ്റെ നേരെ നീട്ടിയ അവൻ്റെ കൈ അതെനിക്ക് വേണം. നീയുള്ളപ്പോ എനിക്കെന്ത് ഭയം? എടി ദീപേ, ഓരോ ദിവസം ചെല്ലുന്തോറും നീ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനാ നിന്റെ മുന്നിൽ തളരുന്നത്. നീ ഇപ്പോ എന്നെ സ്വർഗം കാണിക്കുന്നുണ്ട്. പറയടി, നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? ഒന്ന് പോ രുദ്രണ്ണ. എനിക്ക് വേണ്ടത് രുദ്രണ്ണൻ അറിഞ്ഞ് തരുന്നുണ്ടല്ലോ. ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് മാറിയിട്ടില്ല. അവൾ സ്വയം മൃദുലത അമർത്തി ഞെരിച്ചു. അവൻ കണ്ണുകളിൽ കാമം നിറച്ച് അവളെ നോക്കി. ചുഴിയിൽ ചൂണ്ടുവിരൽ കുത്തിക്കറക്കി. മുല്ലമുട്ട് കശക്കി. അവൾ വശ്യതയോടെ അവനെ നോക്കി ചിരിച്ചു. ഞാൻ പോയിട്ട് രാത്രി വരാം. ഇന്ന് നിനക്ക് ഉറക്കമില്ല. ഞാൻ കാത്തിരിക്കും. വികാരം തുളുമ്പിയ സ്വരത്തോടെ അവൾ പറഞ്ഞു. അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചുണ്ടുകളിൽ അമർത്തി കടിച്ചു.
ചീന്തിയ ചോര നുണഞ്ഞെടുത്തു. പിന്മാറിയ അവനെ അവൾ പിന്നിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. പോകല്ലേടാ, നിന്റെ വന്യത ഇനിയും എനിക്കറിയണം. അവൻ്റെ കരങ്ങൾ അവളിൽ മുറുകി. അവൾ എരിവ് വലിച്ചു. രണ്ടിടവും ഞെരിച്ചു പിടിച്ചു. എടി, എനിക്കിപ്പോ വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നിനക്കറിയാലോ, ഞാനൊരു ലക്ഷ്യത്തിന് പിന്നാലെയാ. പെട്ടെന്ന് അവളുടെ മുഖം മാറി. അവൻ്റെ കൈ തട്ടിയെറിഞ്ഞു. എന്താടി മോളെ? അവൻ്റെ കണ്ണ് ചുവന്നു. ദേഷ്യം കൊണ്ട് ഇടതിൽ മുറുകെ കടിച്ചു. മുട്ടുമുറിഞ്ഞത് വേദനയോടെ അവൾ അറിഞ്ഞു. അവൾ അവനെ തള്ളി മാറ്റി. എനിക്കുള്ളതിൽ കൂടുതൽ എന്താ അവൾക്ക്? അവളിൽ നിങ്ങൾ കാണുന്ന പ്രത്യേകത എന്താ? കണ്ണുകൾ ജ്വലിപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അവളാണടി പെണ്ണ്, കടഞ്ഞെടുത്ത ശില്പം. ഞാൻ വരും അവളുമായി. അപ്പോ നിനക്ക് ബോധ്യപ്പെടും നിന്നേക്കാൾ എന്താണ് അവൾക്ക് കൂടുതലെന്ന്. നിങ്ങളുടെ കാമം തീർക്കാൻ ഞാൻ വേണം, എന്നിട്ട് കെട്ടി കൂടെ പൊറപ്പിക്കാൻ മറ്റൊരുത്തി, അല്ലേ? ദീപ ചീറി. രുദ്രൻ കൈവീശി അവളുടെ ചെകിടത്തടിച്ചു. ഞാൻ മാത്രമാണോടി പുല്ലേ സുഖിക്കുന്നത്? എനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ വരും. അല്ലാതെ അതിൻ്റെ പേരിൽ എന്നെ കയറി ഭരിക്കാൻ വന്ന കഴിവറുടെ മോളെ ചവിട്ടി കൊല്ലും ഞാൻ. നിനക്ക് ശരിക്കും അറിയില്ല രുദ്രനെ. അവൻ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞു. പൊട്ടിയ ചുണ്ട് വാശിയോടെ തുടച്ചുകൊണ്ട് അവൾ അവൻ്റെ പോക്ക് നോക്കി. ഈ ദീപ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലടാ. നിന്റെ വന്യത അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഈ ദീപയ്ക്ക് മാത്രമേ നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയൂ. കാരണം നിന്റെ ശരീരത്തെ മാത്രമല്ല, ഞാൻ പ്രണയിക്കുന്നത് നിന്റെ വന്യമായ പ്രവൃത്തിയെ കൂടിയാ. അതെനിക്ക് വേണം. അതിനി നിന്നെ കെട്ടിയിടണമെങ്കിൽ അതും ഞാൻ ചെയ്യും. വല്ലാത്തൊരു ഭാവത്തിൽ അവൾ പിറുപിറുത്തു. പുറത്തേക്കിറങ്ങിയ രുദ്രൻ തോടിന് കുറുകെയുള്ള പാലം കടന്നു. ഒരു വിസിൽ ശബ്ദം കേട്ടതും അവൻ നിന്നു. ചുറ്റും നോക്കി. ബുള്ളറ്റിൽ ചാരി 2 പയ്യന്മാർ. അവർ ഹെൽമറ്റ് വെച്ചിട്ടുണ്ട്. മുഖം വ്യക്തമല്ല. അവൻ്റെ മുഖമിരുണ്ടു. ഇവൾ മറ്റേ പണിയും തുടങ്ങിയോ? എന്നാ അതിന്ന് തീർത്തു കൊടുക്കാം. അവൻ അവരുടെ നേരെ നടന്നു. ഏതാടാ നീയൊക്കെ? ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്തിനാ? സീൻ വിട് മോനെ, ഇല്ലേ കളി മാറും എന്നാണോ ചേട്ടാ? ആ, അത് തന്നെ. ചേട്ടൻ്റെ ലീലാവിലാസങ്ങളൊക്കെ കഴിഞ്ഞോ? എടാ, ആരടാ നീയൊക്കെ? അവനലറി. ഷെടാ, ഈ ഹെൽമറ്റ് മാറ്റാൻ മറന്നു. പറഞ്ഞുകൊണ്ട് ഹെൽമറ്റ് മാറ്റിയതും ആ മുഖം കണ്ട് രുദ്രൻ ആലോചിച്ചു. അവൻ്റെ കണ്ണുകൾ തിളങ്ങി വരുന്നത് ഇഷാൻ കണ്ടു. നീയോ? ഞാൻ അങ്ങോട്ട് വന്ന് ഒന്ന് കാണാൻ കരുതി ഇരിക്കുമായിരുന്നു. ഇതിപ്പോ നീ തന്നെ കാലിനെ തേടി വന്നല്ലോ. കാലനോ? നീയോ? നീ ശരിക്കും കാലിനെ കണ്ടുണ്ടോ? ഇപ്പൊ കാണിച്ചു തരാം. ഇഷാൻ പറഞ്ഞുകൊണ്ട് ഉയർന്നു ചാടി അവൻ്റെ നെഞ്ചിൽ ചവിട്ടി പിന്നോട്ട് തള്ളി. വീണ് നിലം പതിക്കും മുന്നേ ഇഷാൻ ഉയർന്നു ചാടി അവനുമായി നിലത്തേക്ക്. നിലത്ത് കിടക്കുന്ന അവൻ്റെ കഴുത്തിന് കീഴെ ഇഷാന്റെ കാലമർന്നു. ഇഷാന്റെ വേഗത കണ്ട ജെറിയുടെ കണ്ണുകൾ മിഴിച്ചു. ഷർട്ടിൽ പിടിച്ചുയർത്തിയ രുദ്രനെ എതിർക്കാൻ പോലും കഴിയും മുന്നേ ചുഴറ്റി വീശിയെറിഞ്ഞു. ജെറിയുടെ കണ്ണ് ബുൾസയായി. നിലത്ത് വീണ രുദ്രന്റെ നെഞ്ചിലേക്ക് മുട്ടുകാലിൽ ഇഷാൻ പറന്നിറങ്ങി. രുദ്രന്റെ വായിൽ നിന്നും കൊഴുത്ത രക്തം ഒഴുകിയിറങ്ങി. നിനക്ക് എൻ്റെ പെണ്ണിനെ വേണം അല്ലേടാ? പല്ലുകൾ കടിച്ചുകൊണ്ട് ഇഷാൻ ആക്രോശിച്ചു. മേലേക്കുയർന്നു ചാടി കൈമുട്ടുകൊണ്ട് നെഞ്ചിൽ ഇടിച്ചു നിന്നു. രുദ്രൻ ഒന്ന് ചുമച്ചു. രുദ്രന് എതിർക്കാനുള്ള സമയം പോലും കൊടുക്കാതെ തുണിയേറ്റും പോലെ എടുത്തിട്ടലക്കുകയാണ് ഇഷാൻ. ആവേശം കൊണ്ട് ജെറി വായിലേക്ക് വിരൽ കടത്തി നീട്ടി ഒരു വിസിലടിച്ചു. എടാ മോനെ, എൻ്റെ പെണ്ണിനെ നീ നോവിക്കും അല്ലേടാ?
ഞാൻ കൊതിയോടെ തഴുകുന്ന അവളുടെ കവിളിൽ നീ ആഞ്ഞടിക്കും, അല്ലടാ? ജെറി, ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ് ശ്യാമു, റൈറ്റ്! ആവേശത്തോടെ ജെറി വിളിച്ചു പറഞ്ഞു. ഇഷാൻ അവനെ ചവിട്ടി കമിഴ്ത്തി അവൻ്റെ റൈറ്റ് ഹാൻഡ് പിന്നിലേക്ക് വളച്ച് വലിച്ച് ചവിട്ടി. രുദ്രൻ്റെ നിലവിളി മുഴങ്ങി. എടാ മോനെ, ആ നിൽക്കുന്നത് എൻ്റെ ചങ്ക, അവനെ നീ... അതേ കയ്യിൽ ഒരു ചവിട്ട് കൂടി. ജെറി കൈയടിച്ചുകൊണ്ട് തുള്ളിച്ചാടി. ഇഷാൻ അവനെ വലിച്ച് നേരെ ഇട്ടു. ജെറി, ഞാൻ തന്നതിങ്ങെടുക്ക്. ജെറി പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും ഒരു കൊച്ചു ടിന്നെടുത്ത് അവന് നേരെ എറിഞ്ഞു കൊടുത്തു. ടിന്ന് കൈക്കലാക്കി ഇഷാൻ രുദ്രനെ ഒന്ന് നോക്കി. നീ സ്വർഗം കണ്ടിട്ടുള്ള വരവല്ലേ? ഞാനിനി മറ്റൊരു സ്വർഗം നിന്നെ കാട്ടിത്തരാം. അത് ഈ ജന്മം നീ മറക്കില്ല. പിന്നെ എൻ്റെ പെണ്ണിനെ കാണുമ്പോൾ നിന്റെ ചുക്കാമണിക്കുള്ള ഇളക്കം അതും അങ്ങ് മാറിക്കിട്ടും. രുദ്രൻ ഭയത്തോടെ അവനെ നോക്കി. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് നോക്കി നിൽക്കുകയാണ് ജെറി. പറഞ്ഞുകൊണ്ട് ഇഷാൻ അവൻ്റെ ബെൽറ്റ് വലിച്ചെടുത്തു. പാൻറ് ലൂസാക്കി ടിൻ തുറന്ന് അതിലേക്ക് കമിഴ്ത്തി. ഉടനെ തന്നെ ബെൽറ്റ് വരിഞ്ഞു മുറുക്കി. ടിൻ വലിച്ചെറിഞ്ഞുകൊണ്ട് അവനെ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചു. രുദ്രൻ്റെ മുഖം പെട്ടെന്നാണ് മാറിയത്. മരണവെപ്രാളത്തോടെ അവൻ പിടഞ്ഞു. അവൻ എണീക്കാൻ ശ്രമിച്ചു. എല്ലുകൾ നുറുങ്ങുന്ന വേദന. അവൻ കമിഴ്ന്നുകൊണ്ട് ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. ഒരു കൈകൊണ്ട് പാൻറ് മാറ്റാൻ ശ്രമിച്ചു. ആകെ പരവേശം. ഇനി നിന്നെ എൻ്റെ പെണ്ണിൻ്റെ നിഴൽവട്ടത്ത് കണ്ട, താക്കീതോടെ പറഞ്ഞുകൊണ്ട് ഇഷാൻ തിരിഞ്ഞു. തോട്ടിലെ വെള്ളത്തിലേക്ക് ആഞ്ഞു പതിക്കുന്ന രുദ്രനെ കണ്ടതും ജെറി ഇഷാനെ നോക്കി. ശ്യാമു, എന്തായിരുന്നടാ ആ ടിന്നിൽ? ഇഷാൻ ഒന്ന് ചിരിച്ചു. പറയടാ. അവൻ്റെ ചുക്കാമണിക്കല്ലേ കുഴപ്പം, അത് തീർത്തു കൊടുക്കാൻ കുറച്ച് കട്ടുറുമ്പിനെ തട്ടിക്കൊടുത്തതാ. അയ്യോ, അതാണോടാ തെണ്ടി നീ സൂക്ഷിച്ചു വയ്ക്കെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചത്? ഞാനത് പോക്കറ്റിൽ തിരികെ വെക്കുകയും ചെയ്തു. എൻ്റെ നല്ല കാലം അല്ലേ കാണാറുന്നു. ജെറിയുടെ പറച്ചിൽ കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. ആ ചിരി കേട്ട് ജെറി അവനെ കെട്ടിപ്പിടിച്ചു. ശ്യാമു, നീ കലക്കിയടാ മുത്തേ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പാർട്ട് എങ്ങനെയുണ്ട്? അഭിപ്രായം തുറന്നു പറയൂ. പിന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര പ്രോത്സാഹനം കിട്ടുന്നില്ല. എനിക്കാകെയുള്ളത് 1K വ്യൂസാണ്. എങ്കിൽ പിന്നെ ആ ഉള്ളവരെങ്കിലും ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്താൽ എനിക്കത് സന്തോഷം തരില്ലേ? ഞാൻ സന്തോഷിക്കുന്നത് നിങ്ങൾക്കിഷ്ടമല്ലേ? ഞാനൊന്ന് ചോദിച്ചാൽ സത്യം പറയുമോ? നിങ്ങൾക്ക് എന്നെയും എൻ്റെ സ്റ്റോറിയെയും ഇഷ്ടമല്ലേ? ഇഷ്ടമാണെങ്കിൽ മാത്രം മതി ലൈക്കും കമൻറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാമല്ലോ. ഞാൻ പോവാം. ഇനി ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നും ലൈക്കും കമൻറ്റും തരുന്നവരോടല്ല കേട്ടോ.